ഗൈസ്, നമ്മളിപ്പോൾ ഓടിച്ചുകൊണ്ടിരിക്കുന്ന മാരുതി സുസുക്കിയുടെ ഇന്ത്യയിലെ ആദ്യത്തെ ഇലക്ട്രിക് വാഹനമായ ഈ വിറ്റാരയാണ്. ആൻഡ് ഇതിനകത്ത് കയറുമ്പോൾ തന്നെ നമുക്ക് മൊത്തത്തിലുള്ള ഡിഫറെൻ്റ് ആയിട്ടുള്ള എക്സ്പീരിയൻസ് ആണ് കിട്ടുന്നത്. ബാക്കി ഡീറ്റെയിൽസ് എല്ലാം നമുക്ക് ഹെഡ് മൗണ്ട് വെച്ചിട്ട് നോക്കാം. ഞാനിപ്പോൾ ജസ്റ്റ് സൈഡിലൊരു ക്ലിപ്പ് ആഡ് ചെയ്തതാണ് നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ട്, അല്ലാണ്ട് നമ്മൾ വേറെ ഫുട്ടേജ് എടുത്തിട്ടില്ല. ഈ വണ്ടിയിലുള്ള ആൾക്കാരുടെ ഒരു ഇൻട്രസ്റ്റ് മൊത്തത്തിൽ നിന്ന് കയറി പീക്കായതിൻ്റെ പ്രൈസ് വന്ന സമയത്താണ്. കാരണം ഇനീഷ്യലി വണ്ടി ഇറങ്ങുന്നതിന് 2-3 ദിവസം മുന്നേ നെക്സ വെബ്സൈറ്റ് വഴി ഒന്ന് പ്രൈസ് ലീക്കായിരുന്നു. അപ്പോൾ 24.8 lakhs പ്രൈസ് പറഞ്ഞിരുന്നത്. പക്ഷേ അവർ അത് കഴിഞ്ഞ് 3 ദിവസം കൊണ്ട് തന്നെ പ്രൈസ് ചെയ്തു. ആൻഡ് അതിൽ നിന്ന് ഏകദേശം 5 ലക്ഷം രൂപയോളം താഴെയാണ് നമുക്ക് പ്രൈസ് ഒറിജിനലി വന്നിരിക്കുന്നത്. പിന്നെ ബാറ്ററി സർവീസ് പ്ലാൻ അവൈലബിൾ ആണ്. അതിൻ്റെ അകത്തും വണ്ടിയുടെ സ്റ്റാർട്ടിംഗ് പ്രൈസ് അവർ വളരെ കുറച്ച് തന്നെയാണ് വെച്ചിരിക്കുന്നത്. സോ ഓവറോൾ എടുക്കുന്ന സമയത്ത് നമുക്ക് ബാക്കി ഇലക്ട്രിക് വാഹനങ്ങൾ, അതായത് ഇതിൻ്റെ പ്രൈസിൽ വരുന്ന ബാക്കി വാഹനങ്ങളായിക്കോട്ടെ, ഓർ ഈവൻ നമുക്ക് ഇതേ പ്രൈസിൽ തന്നെയാണ് ബാക്കി 4.3 മീറ്റർ SUVs ഒക്കെ കിട്ടുന്നത്. അത് വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഇത് എങ്ങനെയാണ് ഫെയർ ചെയ്യുന്നതെന്ന് നോക്കാം. ഈ ഒരു പ്രൈസ് പോയിന്റിൽ വണ്ടി എടുക്കുന്നത് ശരിക്കും വെറുത്താണോ അല്ലെങ്കിൽ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ. പിന്നെ നമുക്ക് ഈ വണ്ടി പ്രൊവൈഡ് ചെയ്തിരിക്കുന്ന വാഴക്കാലുള്ള മൈസോ മോട്ടോ നെക്സ ഔട്ട്ലെറ്റ് ആണ്. സോ നിങ്ങൾക്ക് ഈ വണ്ടി ഓർ ഈവൻ ഏത് നെക്സ വണ്ടിയുടെ എൻക്വയറി ഉണ്ടെങ്കിലും അവരെ കോൺടാക്ട് ചെയ്യുന്ന ഡീറ്റെയിൽസ് എന്നോട് കൊടുത്തേക്കാം. നിങ്ങൾക്ക് അവിടെ പോയി കഴിഞ്ഞാൽ വണ്ടി എക്സ്പീരിയൻസ് ചെയ്യാനും പറ്റും. ടെസ്റ്റ് ഡ്രൈവ് ഉണ്ട്. ഇപ്പോൾ ഏതായാലും ഓടിക്കുന്ന ഒരു ഡീറ്റെയിൽസിലേക്ക് ഫസ്റ്റ് ഓഫ് ഓൾ നോക്കുകയാണെങ്കിൽ, ഈ വണ്ടി ഓടിക്കാൻ നമ്മളൊരു സാധാരണ ഇലക്ട്രിക് വാഹനം ഓടിക്കുന്ന ഫീൽ തന്നെയാണ്. അതായത് ഒരു പ്യുവർ നോയ്സ് ഫ്രീ ആയിട്ടുള്ള എക്സ്പീരിയൻസ്. പിന്നെ ഇത് പൊതുവേ മാരുതി സുസുക്കിയുടെ ഒരു ഫോർമുലയുള്ള വണ്ടിയല്ല. സുസുക്കി എന്ന് പറഞ്ഞാൽ എപ്പോഴും വളരെ ലൈറ്റ്, അജൈൽ, നിമ്പിൾ ആയിട്ടുള്ള വണ്ടികൾ ഉണ്ടാക്കിക്കൊണ്ടിരുന്നൊരു കമ്പനിയാണ്. പക്ഷേ ഇലക്ട്രിക് വണ്ടികൾ എന്ന് പറയുമ്പോൾ ബാറ്ററിയുടെ വെയിറ്റ്, മോട്ടറിൻ്റെ വെയിറ്റ് എല്ലാം കൂടെ വരുമ്പോഴേക്കും വണ്ടിക്ക് മൊത്തത്തിൽ നല്ല വെയിറ്റ് വരും. ഈ വണ്ടിക്ക് തന്നെ ഓൾമോസ്റ്റ് 1.8 ടണ്ണിൻ്റെ അടുത്ത് വെയിറ്റ് വരുന്നുണ്ട്. മിക്കവാറും ഇവർ ഇതുവരെ ഉണ്ടാക്കിയിരിക്കുന്നതിൽ വെച്ച് ഏറ്റവും ഹെവിയസ്റ്റ് വണ്ടി ഇതായിരിക്കും. അല്ലെങ്കിൽ ഇതിൻ്റെ തൊട്ട് താഴെ നിൽക്കുന്നത് നമ്മുടെ ആദ്യത്തെ ഇവിടെ പണ്ട് വന്ന ഗ്രാൻഡ് വിറ്റാരയാണ്. അതായത് ഇപ്പോൾ കിട്ടുന്ന വണ്ടിയല്ല. അതിന് മുന്നേ നമുക്ക് XL7 എന്ന് പറഞ്ഞ പേരിൽ ഒരു V6 വണ്ടി വന്നിട്ടുണ്ടായിരുന്നു. അതിൻ്റെ തന്നെ 2.4 ഉണ്ടായിരുന്നു. പിന്നെ നമുക്കത് കഴിഞ്ഞിട്ട് ഒരു ബോഡി ഓൺ ഫ്രെയിം ഗ്രാൻഡ് വിറ്റാര കിട്ടിയിട്ടുണ്ടായിരുന്നു. ഈ 2 ഗ്രാൻഡ് വിറ്റാരയ്ക്കും ഏകദേശം 1.6 ടണ്ണിന് മുകളിലായിട്ട് വെയിറ്റ് ഉണ്ടായിരുന്നു. പക്ഷേ ഈ വിറ്റാര എടുക്കുകയാണെങ്കിൽ നേരത്തെ പറഞ്ഞാൽ നമുക്ക് 1.7 to 1.8 ടണ്ണിൻ്റെ അടുത്ത് വെയിറ്റ് വരുന്നുണ്ട്. നിങ്ങളിപ്പോൾ ഒരു സ്വിഫ്റ്റ്, ബലേനോ, ഈവൻ പുതിയ ഫ്രോങ്സ് അല്ലെങ്കിൽ പോട്ടെ നമ്മുടെ ഏറ്റവും ലേറ്റസ്റ്റ് ജനറേഷൻ ഗ്രാൻഡ് വിറ്റാര ആയിക്കോട്ടെ, അതിനും ഇത്രയും വെയിറ്റ് ഇല്ലാത്തതുകൊണ്ട് അതിൻ്റെയൊക്കെ ഒരു ലെവൽ ഓഫ് ഹാൻഡ്ലിങ് ഈ വണ്ടിയിൽ എക്സ്പെക്ട് ചെയ്യുകയാണെങ്കിൽ ഈ വണ്ടി ഇതിൻ്റെ വെയിറ്റ് കുറച്ച് കാണിച്ചു തുടങ്ങും. കാരണം എല്ലാ ഇലക്ട്രിക് വാഹനങ്ങൾക്കും പൊതുവെ ഉള്ളൊരു പ്രശ്നമാണ് വെയിറ്റ്. നല്ല വെയിറ്റ് ആയിരിക്കും വണ്ടികൾക്കെല്ലാം. അത് ബാലൻസ് ചെയ്യാൻ മിക്ക കമ്പനികളും അത്യാവശ്യം നല്ല സ്റ്റിഫായിട്ടുള്ള സസ്പെൻഷനും കൊടുക്കാറുണ്ട്. ഈ വണ്ടിയുടെ കേസിൽ സസ്പെൻഷൻ വളരെ സ്റ്റിഫാണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ഇപ്പോൾ ഇതിനേക്കാൾ സ്റ്റിഫായിട്ടുള്ള വേറെ കുറച്ച് വണ്ടികളുണ്ട്. ഫോർ എക്സാമ്പിൾ നമ്മുടെ V6 ഒക്കെ ഇതിനേക്കാൾ കുറച്ചും കൂടി സ്റ്റിഫായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. സോ അങ്ങനെ നോക്കുമ്പോൾ ഭയങ്കര എന്താ പറയുന്നത്, ടിപ്പിക്കൽ EV പോലത്തെ ഭയങ്കര റഫ് സസ്പെൻഷൻ അല്ല, കുറച്ചും കൂടെ കംഫർട്ട് ഓറിയൻറ്റഡ് ആണ്. വണ്ടിക്ക് 174 PS പവറും അതുപോലെ 193 Nm ടോർക്കൊക്കെ കിട്ടുന്നുണ്ട്. അത് ഡെയിലി യൂസിനൊക്കെ ആവശ്യത്തിനുള്ള പവർ ഉണ്ട്. കോമ്പറ്റീഷൻ വെച്ച് കമ്പയർ ചെയ്യുകയാണെങ്കിൽ 0 to 100 ടെറ്റ ഇലക്ട്രിക് എടുക്കുകയാണെങ്കിൽ 7.9 seconds ആണ് ക്ലെയിംഡ്. കർവ് EV ഏകദേശം ഒരു 9 secondsനടുത്താണ് ക്ലെയിംഡ്. ഈ വണ്ടിയുടെ ആക്ച്വലി 9 seconds തന്നെയാണ് ക്ലെയിംഡ്. V6-ന് 6.7 seconds ആണ് ക്ലെയിം വരുന്നത്. നമ്മൾ ഈ വണ്ടി 4 പേരെ വെച്ച് 0 to 100 ടെസ്റ്റ് ചെയ്ത് നോക്കിയിട്ടുണ്ടായിരുന്നു. കണ്ടു നോക്കിക്കോ. ഞാനിപ്പോൾ ടെസ്റ്റ് ചെയ്ത സമയത്ത് ഇതിനകത്ത് വണ്ടിക്കകത്ത് 4 പേരുണ്ടായിരുന്നു. എന്നിട്ടും 9.8 സെക്കൻഡ്സിനടുത്തൊക്കെയായിട്ട് വന്നു. സോ 4 പേര് വെച്ച് 9.8 സെക്കൻഡ്സിനടുത്ത് ഇതിന് 0 to 100 അച്ചീവ് ചെയ്യാൻ പറ്റുമെങ്കിൽ, ഒറ്റയ്ക്ക് ഓടിക്കുകയാണെങ്കിൽ അങ്ങനെ 9 സെക്കൻഡ്സിനടുത്തൊക്കെയായിട്ട് അച്ചീവ് ചെയ്യാൻ പറ്റും. അത് കുഴപ്പമില്ല. അതായത് നമ്മുടെ ഒരു നോർമൽ ഡെയിലി കമ്മ്യൂട്ട്സിനൊക്കെ ഓടിക്കുകയാണെങ്കിൽ വണ്ടി അത്യാവശ്യം നല്ല പെപ്പിയാണ്. പിന്നെ ഇലക്ട്രിക് വണ്ടി ആയതുകൊണ്ട് അതിൻ്റേതായിട്ടുള്ള ഒരുപാട് ബെനിഫിറ്റ്സ് പവറിൻ്റെ കേസിലുണ്ട്. നമുക്ക് ട്രാൻസ്മിഷൻ ലാഗ് ഇല്ല, അതായത് പവർ ലോസ് വരുന്നില്ല. എഞ്ചിൻ്റെ കേസ് എടുക്കുകയാണെങ്കിൽ നമുക്ക് ഓൺ ക്രാങ്ക് വരുന്ന പവർ ആയിരിക്കില്ല ഓൺ വീൽസ് കിട്ടുന്നത്. ഈ വണ്ടികളുടെ കേസിൽ ആ ഒരു പവർ ലോസ് വളരെ നെഗ്ലിജിബിൾ ആണ് നമ്മൾ നോർമൽ IC വണ്ടികൾ വെച്ച് കമ്പയർ ചെയ്യുന്ന സമയത്ത്. സോ അതിൻ്റെ അഡ്വാൻറ്റേജ് എല്ലാം നമുക്കിവിടെ പറയാൻ പറ്റും. ഭയങ്കര ഒരു എക്സ്പ്ലോസീവ് ആയിട്ടുള്ള പവർ ഡെലിവറി പ്രതീക്ഷിച്ചല്ല നിങ്ങൾ ഈ വണ്ടി എടുക്കേണ്ടത്. ഇതെന്ന് പറഞ്ഞാൽ നമുക്ക് അത്യാവശ്യം നല്ലൊരു ഡെയിലി ഓവർടേക്കിംഗ് പവർ നല്ലതാണ്. ഈവൻ ഇത്ര ആൾക്കാർ ഇരുന്നിട്ട് പോലും വണ്ടിക്ക് ആവശ്യത്തിന് പവർ ഉണ്ടായിരുന്നു. ആൻഡ് അത് മാത്രമല്ല നമ്മൾ സ്പോർട്സ് മോഡിലിടണം. സ്പോർട്സ് മോഡിലിട്ടാലാണ് നമുക്ക് ആ ഒരു നല്ല പുഷ് ബാക്ക് കിട്ടുന്നത്. പൊതുവേ ഈ വണ്ടിക്ക് എടുത്തിട്ടടിച്ച് പോകുന്നൊരു ഫീല് കുറച്ച് കുറവാണ്. അത് അവർ കുറച്ച് കംഫർട്ടബിളായിട്ട് ട്യൂൺ ചെയ്തിരിക്കുന്നതാണെന്ന് തോന്നുന്നു. ഇപ്പോൾ നമ്മുടെ പുതിയ ടാറ്റയുടെ ഹാരിയർ EV നോക്കിയാലും വണ്ടിക്ക് നല്ല പവർ ഉണ്ട്. പക്ഷേ നമ്മൾ ആക്സിലറേറ്റർ കൊടുക്കുമ്പോഴേ വണ്ടിയുടെ സ്പീഡ് കയറും, എന്നാലും ഇങ്ങനെ തലക്കിട്ടടിച്ച് പോകുന്ന പോലത്തെ ഒരു പവർ, അതായത് പണ്ടത്തെ ഇലക്ട്രിക് വണ്ടിയിൽ ഉണ്ടായിരുന്ന പോലത്തെ ആ ഒരു ടൈപ്പ് പവർ അല്ല ഇപ്പോഴത്തെ വണ്ടികളിൽ വരുന്നത്. കുറച്ചും കൂടെ നമുക്ക് ആദ്യം കൊടുക്കുന്ന സമയത്ത് ഒരു ഇച്ചിരി ലീനിയറായിട്ട് വന്നിട്ട് പിന്നെ അങ്ങ് സ്പീഡ് കയറുന്ന പോലത്തെ ഒരു പവർ ഡെലിവറിയാണ് ഇപ്പോൾ കൂടുതൽ കമ്പനികൾ പ്രിഫർ ചെയ്യുന്നത്. അത് ആൾക്കാരുടെ ഒരു കംഫർട്ട് വെച്ചിട്ടായിരിക്കും. കാരണം എല്ലാവർക്കും ഇങ്ങനെ തൊട്ടാ പഠിച്ച് കയറി പോകുന്ന പവർ അല്ലല്ലോ വേണ്ടത്.
ഇത്രയൊക്കെ കാര്യങ്ങൾ ഇതിൻ്റെ റൈഡ് ഹാൻഡ്ലിംഗ് അതുപോലെ സസ്പെൻഷൻ തുടങ്ങിയ കാര്യങ്ങളെ പറ്റിയൊക്കെ പറയാനുള്ളൂ. ഞാൻ കുറച്ചധികം അതിനെപ്പറ്റി പറഞ്ഞു. നമുക്കിനിയിപ്പോൾ ബാക്കി, അതായത് ഇനി പ്രൈസ് വന്ന സ്ഥിതിക്ക് ഫീച്ചേഴ്സ് ആയിക്കോട്ടെ, അതുപോലെ ഈ പ്രൈസ് പോയിന്റിലുള്ള ഈ വണ്ടിയുടെ ഓവറോൾ ഒരു എക്സ്പീരിയൻസ്, ഇത് വാങ്ങുന്നത് നല്ലതായിരിക്കും ഓർ ഈ പ്രൈസ് ജസ്റ്റിഫയബിൾ ആണോ തുടങ്ങിയ കാര്യങ്ങളൊക്കെ നോക്കാം. പ്രൈസ് പറയുകയാണെങ്കിൽ 15.99 lakhs ആണ് എക്സ്ഷോറും വരുന്ന സ്റ്റാർട്ടിംഗ് മോഡൽ. അത് 49 kWh ബാറ്ററി പാക്ക് ആണ്. അതിന് മുകളിലേക്ക് നമുക്ക് 61 kWh ബാറ്ററി പാക്ക് വരുന്നുണ്ട്. 3 വേരിയൻസ് ഉള്ളത്. ഡെൽറ്റ ഉണ്ട്, ZT ഉണ്ട്, ആൽഫ ഉണ്ട്. ഡെൽറ്റയും ZTയും തമ്മിൽ മെയിൻ ഡിഫറൻസ് വരുന്ന ബാറ്ററി പാക്ക് മാത്രമേ ഉള്ളൂ. ഡെൽറ്റയിൽ 49 kWh ആണ്, ZTയിലേക്ക് വരുമ്പോഴേക്കും 61 kWh ബാറ്ററി പാക്ക് കിട്ടും. ഇനി ZTയും ആൽഫയും നമ്മൾ എടുക്കുകയാണെങ്കിൽ പ്രൈസ് ഡിഫറൻസ് എനിക്ക് തോന്നുന്നത് അടുത്തുണ്ട്. പക്ഷേ നമുക്ക് ആ ഒരു ഡിഫറൻസ് വരുന്നത് മെയിനായിട്ട് ADAS ഫീച്ചേഴ്സ്, 360 ക്യാമറ, അങ്ങനെ കുറച്ച് എക്സ്ട്രാ ഫീച്ചേഴ്സ് ഉണ്ട്. അത് മാത്രമാണ് അതിൻ്റെ അകത്ത് എക്സ്ട്രാ വരുന്നത്. ബാക്കി ബാറ്ററി പാക്കും പവർ ഫിഗേഴ്സും എല്ലാം സെയിം ആണ്. 49 kWh മോഡൽ നമുക്ക് പവർ ഫിഗേഴ്സ് കുറച്ചിട്ടുണ്ട്. അതായത് 144 PS പവറും ടോർക്ക് ആക്ച്വലി സെയിം ആണ്. 193 Nm തന്നെയാണ് അവിടെ ടോർക്ക് വരുന്നത്. അതാണ് ഇതിൻ്റെ പവർ ഫിഗേഴ്സിൻ്റെ കേസും അതുപോലെ വേരിയൻസ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ. ഇനി പ്രൈസ് 19.78 lakhs ടോപ്പ് എൻഡിൻ്റെ എക്സ്ഷോറൂം പ്രൈസ് എന്ന് പറഞ്ഞാൽ ഈ ഒരു സെയിം പ്രൈസിൽ നമുക്ക് ബാക്കി വണ്ടികൾ നോക്കുകയാണെങ്കിൽ കെർവിയുടെ ടോപ്പ് എൻഡ് കിട്ടില്ല, അതുപോലെ ക്രെറ്റ ഇലക്ട്രിക്. സോ അതൊക്കെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ആക്ച്വലി ഇതിന് പ്രൈസ് കുറവാണ്. ക്രെറ്റ EV വെച്ച് മെയിൻലി അതായത് ഏകദേശം 5 ലക്ഷം രൂപയോളം പ്രൈസ് നമുക്ക് കുറവായിട്ട് വരുന്നുണ്ട്. ഈവൻ കർവ് EV ആണെങ്കിൽ പോലും നമ്മൾ കമ്പയർ ചെയ്യുന്ന സമയത്ത് 2-2.5 ലക്ഷം രൂപയുടെ അടുത്ത് പ്രൈസ് കുറവ് ഇതിന് വണ്ടിക്ക് വരുന്നുണ്ട്. ഇനിയിപ്പോൾ അതല്ല, നിങ്ങൾ ബാറ്ററി സർവീസ് ആണ് നോക്കുന്നതെങ്കിൽ 10.99 lakhs ആണ് ബേസ് മോഡലിൻ്റെ പ്രൈസ് വരുന്നത്. 3.99 rupees per kilometer ആണ് അതിൻ്റെ പെർ കിലോമീറ്റർ കോസ്റ്റ് വരുന്നത്. ആൻഡ് അതും വലിയ കുഴപ്പമില്ല. നമ്മളിപ്പോൾ ഓവറോൾ നോക്കുന്ന സമയത്ത് 10.99 lakhs അത്യാവശ്യം നല്ലൊരു പ്രൈസിങ് ആണ്. പക്ഷേ എനിക്ക് തോന്നുന്നില്ല ഒരുപാട് ആൾക്കാർ ബാറ്ററി സർവീസ് പ്രിഫർ ചെയ്യുന്നുള്ളത്. ഇപ്പോൾ MGയിലാണെങ്കിലും അവർ ജസ്റ്റ് സ്റ്റാർട്ടിംഗ് പ്രൈസ് കുറച്ച് കാണിക്കാൻ ആ ഒരു സ്ട്രാറ്റജി ആദ്യം കൊണ്ടുവന്നു. ബാക്കി കമ്പനികളൊക്കെ അത് അഡാപ്റ്റ് ചെയ്തു. പക്ഷേ ആൾക്കാർ ഇപ്പോഴും നമ്മുടെ ഒരു ബാറ്ററി വെച്ച് വരുന്ന മോഡൽ തന്നെയാണ് ചൂസ് ചെയ്യുന്നത്. കാരണം മറ്റേത് ഏകദേശം നമ്മൾ വേറൊരു സെപ്പറേറ്റ് EMI എടുക്കുന്ന പോലത്തെ ഒരു സംഭവമാണ്. അത് നമ്മൾ ഫൈനാൻസേഴ്സ് വെച്ച് തന്നെയാണ് ചെയ്യുന്നത്. ഇവർ ജസ്റ്റ് ഇങ്ങനെ ഒരു ഓഫർ ഇങ്ങനെ ഒരു ഓപ്ഷൻ കൊടുക്കുന്നുണ്ടെന്ന് മാത്രമേ ഉള്ളൂ. സോ കൂടുതൽ ആൾക്കാർ ആലോചിക്കുന്ന സമയത്ത് വിത്ത് ബാറ്ററി നമ്മൾ വണ്ടി മൊത്തത്തിൽ ഫൈനാൻസ് ചെയ്യുകയാണെങ്കിലും വലിയ വ്യത്യാസമില്ല എന്നുള്ള രീതിയിലാണ് ആൾക്കാരും ആലോചിക്കുക. ഇനി റേഞ്ച് എടുക്കുകയാണെങ്കിൽ 49 kWh ബാറ്ററി പാക്കിന്റെ ക്ലെയിംഡ് റേഞ്ച് വരുന്നത് 440 kilometers ആണ്. പിന്നെ വരുന്നത് 61 kWh ബാറ്ററി പാക്ക് ആണ്. അതിന്റെ ക്ലെയിംഡ് റേഞ്ച് 543 kilometers ആണ്. ഇനി നമുക്ക് ഈ ഒരു പ്രൈസ് 23 lakhs അടുത്ത് ഓൺ റോഡ് കിട്ടുന്ന ഒരു വണ്ടിയെ സംബന്ധിച്ചിടത്തോളം ഇതിൻ്റെ അകത്ത് മെയിൻ ഫീച്ചേഴ്സ് നോക്കാം. ഒന്ന്, ഇവർ കൊടുത്തിരിക്കുന്ന പുതിയ ഡാഷ്ബോർഡിൻ്റെ അകത്ത് വരുന്ന 2 സ്ക്രീനാണ്. നമുക്ക് 10 inch സൈസ് വരുന്ന 2 സ്ക്രീനാണ് വരുന്നത്. ആൻഡ് ഈ നമ്മുടെ ഇൻസ്ട്രുമെന്റ് ക്ലസ്റ്ററിൽ വരുന്ന സ്ക്രീൻ കുറച്ച് ബസ്സിൽ കൂടുതൽ ടോപ്പിലുള്ളതുപോലെ തോന്നും പെട്ടെന്ന് കാണുമ്പോൾ. പക്ഷേ നമ്മൾ സ്റ്റിയറിംഗിൻ്റെ ആംഗിളിൽ നിന്ന് വ്യൂ ചെയ്യുന്ന സമയത്ത് കറക്റ്റ് പൊസിഷനിലാണ് ഇത് ഇരിക്കുന്നത്. അത് അവർ ആ ഒരു ആംഗിൾ കിട്ടാനാണെന്ന് തോന്നുന്നു മുകളിൽ അത്രയും ബസ്സിലിട്ടത്. ഈവൻ അവിടെ എന്തെങ്കിലും ഡിസ്പ്ലേ കൊടുത്താൽ പോലും നമുക്ക് ആക്ച്വലി ഡ്രൈവർ സീറ്റിലിരിക്കുമ്പോൾ കാണില്ല. ലെഫ്റ്റ് സൈഡിലേക്ക് ഇരിക്കുന്നവർക്ക് കണ്ടാലേ ഉള്ളൂ. അതുകൊണ്ട് ഇരുന്ന് ഓടിക്കുമ്പോൾ കുഴപ്പമില്ല. പക്ഷേ നിങ്ങൾ സൈഡിൽ നിന്നൊക്കെ നോക്കുമ്പോൾ ചിലപ്പോൾ കുറച്ച് വിയേർഡായിട്ട് തോന്നുമായിരിക്കും. ബട്ട് എനിവേ നമ്മുടെ സെൻട്രൽ സ്ക്രീൻ, അതായത് ടച്ച് സ്ക്രീൻ ഇൻഫോർടൈൻമെന്റ് സിസ്റ്റം വരുന്നതിൽ വയർലെസ് ആൻഡ്രോയിഡ് ഓട്ടോ, ആപ്പിൾ കാർപ്ലേ സപ്പോർട്ട് ഉണ്ട്, 360 ക്യാമറയുടെ സപ്പോർട്ട് ഉണ്ട്. അങ്ങനെയൊക്കെ അതിൻ്റെ യൂസബിലിറ്റി ആണെങ്കിലും കുഴപ്പമൊന്നുമില്ല. UI പുതിയതാണ്. നമ്മൾ ബാക്കി സുസുക്കി വണ്ടികൾ കാണുന്ന UI അല്ല ഇതിനകത്ത് കൊടുത്തിരിക്കുന്നത്. പക്ഷേ കുറച്ച് സാധനങ്ങൾ നമ്മൾ ആ ഡിസ്പ്ലേ പോയി കൺട്രോൾ ചെയ്യണം. അത് നോർമലി ഇത് ചെയ്യാത്തതാണ്. പക്ഷെ എന്നാലും നമുക്ക് റീജനറേഷൻ കൺട്രോൾ ചെയ്യണമെങ്കിൽ സ്ക്രീനിലേക്ക് പോകണം. അതുപോലെ ഫ്രണ്ടിൽ 2 സീറ്റ്സ് വെന്റിലേറ്റഡ് ആണ് വരുന്നത്. അത് കൺട്രോൾ ചെയ്യണമെങ്കിലും നമ്മൾ ആക്ച്വലി സ്ക്രീനിലേക്ക് തന്നെ പോകണം. അങ്ങനെ കുറച്ചൊരു സംഭവം ഉണ്ട്. പക്ഷെ എന്നാലും ഓവറോൾ കുറച്ചൊന്ന് യൂസ് ടു ആയി കഴിഞ്ഞാൽ അത് ഓക്കെ ആവാവുന്നൊരു കേസേ ഉള്ളൂ. കാരണം ഇപ്പോൾ വിൻസറൊക്കെ എടുക്കുകയാണെങ്കിൽ നിങ്ങൾ മിറർ അഡ്ജസ്റ്റ് ചെയ്യാൻ വരെ സ്ക്രീനിൽ പോകണം. ഇതിനകത്ത് അത്രയൊന്നും പ്രശ്നമില്ല. ബാക്കി ഫീച്ചേഴ്സ് ഇതിൻ്റെ നമ്മുടെ AC കൺട്രോൾസിൻ്റെ ഒരു ബട്ടൺസിൻ്റെ ഇതൊക്കെ മാറിയിട്ടുണ്ട്, ഫിനിഷ് മാറിയിട്ടുണ്ട്. എൻ്റെ മൊത്തത്തിലുള്ള ഡിസൈൻ പാറ്റേൺ മാറിയിട്ടുണ്ട്. സിംഗിൾ സോൺ AC ആണ് വരുന്നത്. പക്ഷേ അത്യാവശ്യം എഫക്റ്റീവാണ്. പിന്നെ നമുക്ക് മുകളിലൊരു സിംഗിൾ പെയിൻ ഗ്ലാസ് റൂഫ് വരുന്നുണ്ട്, ഓർ മൂൺ റൂഫ് എന്ന് പറയും. ഫിക്സഡ് റൂഫാണ്, ഓപ്പൺ ചെയ്യാൻ പറ്റില്ല. പിന്നെ പാനോറാമിക് ഒന്നും അല്ല. നമുക്ക് ഡ്രൈവർ സീറ്റിൽ ആക്ച്വലി 10-way ഇലക്ട്രിക് അഡ്ജസ്റ്റ്മെൻറ്റ് വരുന്നുണ്ട്. അത് നല്ലൊരു സംഭവമാണ്. ഡ്രൈവർ സീറ്റിൽ നമുക്ക് ലംബാറൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. കോ പാസഞ്ചർ സീറ്റ് മാനുവലി അഡ്ജസ്റ്റ് ചെയ്യാനേ പറ്റുള്ളൂ. അതിൽ ഇലക്ട്രിക് സപ്പോർട്ടില്ല. ഇനി സേഫ്റ്റി ഫീച്ചേഴ്സിൻ്റെ കാര്യത്തിലാണെങ്കിലും നമുക്ക് ഇതിനകത്ത് 7 എയർ ബാഗ്സ് വരെ മാക്സിമം കിട്ടുന്നുണ്ട്. അതുപോലെ ഭാരത് എൻക്യാപ് ക്രാഷ് ടെസ്റ്റിൽ ആക്ച്വലി അതിന് 5 star റേറ്റിംഗ് വരെ കിട്ടിയിട്ടുള്ളതാണ്. സോ അതും വലിയ പ്രശ്നമില്ല. ഇനിയിപ്പോൾ അതല്ല നിങ്ങൾക്ക് ADAS വേണമെന്നുണ്ടെങ്കിൽ അതും നമുക്ക് ഈ ഒരു വാഹനത്തിൽ കിട്ടുന്നുണ്ട്. 10 ഫീച്ചേഴ്സാണ് ADASൽ വരുന്നത്. അതായത് ലെയിൻ കീപ്പ് അസിസ്റ്റ് ഉണ്ട്, ലെയിൻ ഡിപ്പാർച്ചർ വാർണിംഗ് ഉണ്ട്, ഓട്ടോ എമർജൻസി ബ്രേക്കിംഗ്, അങ്ങനെ നമുക്ക് നോർമലി ADASൽ കിട്ടുന്ന ഫീച്ചേഴ്സൊക്കെ ഇതിനകത്തും കിട്ടുന്നുണ്ട്. ആൻഡ് അത് അത്യാവശ്യം നന്നായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. നമ്മൾ ടെസ്റ്റ് ചെയ്ത് നോക്കിയായിരുന്നു. ഇനി അടുത്തത് ഈ വാഹനത്തിൻ്റെ റിയർ സീറ്റ് എക്സ്പീരിയൻസ് ആണ്. ബാക്കിൽ ആക്ച്വലി ഇരിക്കാൻ ഇതിൻ്റെ ഇനീഷ്യൽ വീഡിയോസ് കണ്ടപ്പം സ്പേസ് വളരെ മോശമാണെന്നൊക്കെയാണ് ഞാൻ കേട്ടത്. പക്ഷേ എനിക്കിരുന്നപ്പോൾ സ്പേസ് വളരെ മോശമാണെന്ന് തോന്നിയില്ല. ഫ്ലോർ ഡെഫിനറ്റ്ലി കുറച്ച് റൈസ്റ്റപ്പ് ആണ്. അതിപ്പോൾ നിങ്ങൾ ഏത് ഇലക്ട്രിക് വണ്ടിയിൽ കയറിയാലും ഈ ഒരു പ്രശ്നം എല്ലാ വണ്ടികളിലും ഉണ്ടാവും. കാരണം താഴെ ബാറ്ററി പാക്ക് ഉണ്ട്. അതുകൊണ്ട് ഫ്ലോർ നമ്മൾ സാധാരണ ഐസ് വണ്ടികളിൽ വെക്കുന്ന പോലെ അത്രയും താഴ്ത്തി വെക്കാൻ പറ്റില്ല. പക്ഷേ എന്നാലും അതനുസരിച്ച് നോക്കിയാലും നമ്മുടെ നീറും ഫുട്ടറും അതെല്ലാം ആവശ്യത്തിന് കൊടുത്തിട്ടുണ്ട്. ആകെപ്പാടെ പ്രശ്നം പറയാൻ പറ്റുന്ന ബൂട്ട് സ്പേസിൻ്റെ കാര്യത്തിലാണ്. പക്ഷേ
ബൂട്ട് സ്പേസ് കോംപ്രമൈസ് ആവാതിരിക്കാൻ അവർ സെക്കൻഡ് റോയിൽ സ്ലൈഡിംഗ് ഫീച്ചറും കൊടുത്തിട്ടുണ്ട്. സോ നമ്മൾ മാക്സിമം ഫ്രണ്ട് സീറ്റ്സ് ബാക്കിലത്തെ സീറ്റ്സ് ഫ്രണ്ടിലേക്ക് സ്ലൈഡ് ചെയ്തിട്ടാണെങ്കിൽ 306 ലിറ്റേഴ്സ് വരെ ബൂട്ട് സ്പേസ് കപ്പാസിറ്റി കിട്ടും. ഇനി അതെല്ലാം നമ്മൾ മാക്സിമം ബാക്കിലത്തെ സീറ്റ് ഇറക്കിയാണ് ഇടുന്നതെങ്കിൽ 250 ലിറ്റേഴ്സിനടുത്താണ് നമുക്ക് മാക്സിമം കപ്പാസിറ്റി കിട്ടുന്നത്. സോ അതും കമ്പയർ ചെയ്യുന്ന സമയത്ത് വലിയ കുഴപ്പമൊന്നുമില്ല. നമുക്ക് മാക്സിമം ലഗേജ് വേണ്ട സമയത്ത് സീറ്റ് ചെയർ ഫ്രണ്ടിലേക്ക് ഇട്ട് കഴിഞ്ഞാൽ ആവശ്യത്തിന് സ്പേസ് ബൂട്ടിൽ കിട്ടും. അതല്ല എങ്കിൽ നമ്മൾ ജസ്റ്റ് ബാക്കിലേക്ക് മാക്സിമം ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് ഇരിക്കാനും അത്യാവശ്യം നല്ല സ്പേസ് കിട്ടും. ഇനി ഇത്രയൊക്കെ കേട്ട സ്ഥിതിക്ക് ഫൈനൽ ക്വസ്റ്റ്യൻ വരുന്നത് ഈ വണ്ടി ഈ പ്രൈസ് പോയിന്റിൽ വാങ്ങണോ വേണ്ടയോ എന്നുള്ളതാണ്. അതിനുള്ള എൻ്റെ ആൻസർ ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് കൺസിഡർ ചെയ്യാൻ പറ്റുന്ന വളരെ സേഫ് ആയിട്ടുള്ളൊരു ഓപ്ഷനാണിത് എന്നാണ്. സേഫ് ഇൻ ദ സെൻസ്, അതായത് റിലയബിലിറ്റി പ്രശ്നങ്ങൾ, ഇലക്ട്രിക്കൽ ഇഷ്യൂസ്, അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും വരാത്ത ഒരു സേഫർ ചോയ്സിലേക്ക് പോകണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഉറപ്പായിട്ടും കൺസിഡർ ചെയ്യാൻ പറ്റും. മാരുതി സുസുക്കിയുടെ വണ്ടിയാണ്, ഉറപ്പായിട്ടും ആദ്യത്തെ വണ്ടി ആയതുകൊണ്ട് ചിലപ്പോൾ ഇഷ്യൂസൊക്കെ വന്നേക്കാം. ഞാൻ ഒരിക്കലും ഇഷ്യൂസ് വരില്ല എന്നൊന്നും പറയുന്നില്ല, കാരണം നമുക്കത് പറയാൻ പറ്റില്ല. ജസ്റ്റ് വണ്ടി ഇറങ്ങിയിട്ടേ ഉള്ളൂ. പക്ഷേ എന്നാലും നിങ്ങളിപ്പോൾ ഏത് സർവീസ് സെൻറ്ററിൽ പോയാലും അവർക്ക് അത്യാവശ്യം നന്നായിട്ട് സോർട്ട് ഔട്ട് ചെയ്ത് തരാൻ പറ്റുമെന്നും, അതുപോലെ മാരുതി ആയതുകൊണ്ട് നമുക്ക് ഇഷ്ടംപോലെ സർവീസ് നെറ്റ്വർക്ക് വരുന്നുണ്ട്. അതുകൊണ്ട് ഒരു സ്ഥലത്ത് തന്നെ ഒരുപാട് വണ്ടികൾ വന്ന് ഇങ്ങനെ കൂടിക്കിടക്കുന്നൊരു പ്രശ്നം. ഇപ്പോൾ ടാറ്റയുടെയൊക്കെ ഒരു മെയിൻ കൺസേൺ ഇലക്ട്രിക് വണ്ടികൾ വന്ന സമയത്ത് അതായിരുന്നു. ആദ്യമായിട്ട് വന്ന സമയത്ത് ഒരുപാട് ഇലക്ട്രിക്കൽ പ്രശ്നങ്ങൾ സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഇവർ കുറച്ചും കൂടെ ഇത്രയും കാലം ടെസ്റ്റ് ചെയ്തു. അതും ആദ്യം വണ്ടി UK ഇറക്കിയത്, അതിനുശേഷമാണ് ഇന്ത്യയിലേക്ക് വന്നിരിക്കുന്നത്. അതുകൊണ്ട് എന്തായാലും വളരെ ഇൻഫീരിയർ ആയിട്ടുള്ള ഒരു പ്രോഡക്റ്റ് ഒരിക്കലും ഇവർ ഇറക്കാൻ പോകുന്നില്ല. പിന്നെ ഇതൊരു മാരുതി പ്രോഡക്റ്റ് അല്ല, ആക്ച്വലി സുസുക്കിയുടെ പ്രോഡക്റ്റാണ്. സുസുക്കി വിറ്റാരയായിട്ടാണ് ഇത് നമ്മുടെ യൂറോപ്യൻ മാർക്കറ്റ്സിലൊക്കെ അവർ ആദ്യം ഇറക്കിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് അതിൻ്റെ ഒരു ട്രസ്റ്റ് ഇതിനകത്ത് ആക്ച്വലി എക്സ്പെക്ട് ചെയ്യാൻ പറ്റും. പിന്നെ ഈവൻ ചാർജിങ് നെറ്റ്വർക്കിൻ്റെ കേസിലാണെങ്കിലും ഇവർ അത്യാവശ്യം നല്ല പ്രോമിസാണ് ഇപ്പോൾ നടത്തിയിരിക്കുന്നത്. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ 2000 ചാർജേഴ്സ് അവർ 1100 മുകളിൽ സിറ്റീസിലായിട്ട് നമ്മുടെ ഇന്ത്യ മൊത്തം ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. പക്ഷേ 2030 ആകുമ്പോഴേക്കും ഏകദേശം 1,00,000 മുകളിലായിട്ട് ചാർജേഴ്സാണ് അവർ ഇൻസ്റ്റാൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോഴേക്കും കൂടുതൽ ഇലക്ട്രിക് വണ്ടികളും വരും. ഇതിപ്പോൾ ജസ്റ്റ് ആദ്യത്തെ വാഹനം അവർ ഇറക്കിയെന്നുള്ളൂ. സോ അങ്ങനെ ഒരു ഇൻഫ്രാസ്ട്രക്ചർ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുകയാണെങ്കിൽ നമ്മുടെ ഇവിടുത്തെ ഈ ചാർജിങ് സ്റ്റേഷൻസ് കുറവാണ്, ഓർ ചാർജിങ് സ്റ്റേഷൻസ് വർക്ക് ചെയ്യുന്നില്ല, അങ്ങനത്തെ പ്രശ്നങ്ങൾ നമുക്കൊരു പരിധിവരെ സോർട്ട് ഔട്ട് ചെയ്തെടുക്കാവുന്നേ ഉള്ളൂ. ഇനി ഇതിൻ്റെ ചാർജിങ് സ്പീഡ്സ് ആണെങ്കിൽ നമുക്ക് 70 kW വരെയുള്ള DC ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ടാണ് കിട്ടുന്നത്. 10 to 80% തന്നെ അവർ ക്ലെയിം ചെയ്യുന്നത് 45 മിനിറ്റ്സിനടുത്താണ്. ഇനി അതെല്ലാം നമ്മൾ 7.4 kW AC ചാർജർ ഉപയോഗിക്കുകയാണെങ്കിൽ, അതായത് ഹോം ചാർജർ ഉപയോഗിക്കുകയാണെങ്കിൽ 6.5 hours ആണ്. 49 kWh ബാറ്ററി പാക്ക് റീചാർജ് ചെയ്യാനുള്ള ടൈം, അതും 10 to 80% ആണ്. ആൻഡ് 9 hours നമ്മുടെ മറ്റേ ബാറ്ററി പാക്ക്, അതായത് 61 kWh ബാറ്ററി പാക്ക് റീചാർജ് ചെയ്യാൻ എടുക്കുന്ന ടൈം, അഗെയിൻ അതും 10 to 80% തന്നെയാണ്. സോ ഓവറോൾ എടുക്കുന്ന സമയത്ത് നിങ്ങൾ ഏത് വണ്ടിയായിരിക്കും ഈ ഒരു പ്രൈസ് പോയിന്റിൽ ചൂസ് ചെയ്യുക എന്ന് ഉറപ്പായിട്ടും താഴെ കമൻസിൽ പറയാം. എൻ്റെ ഒപ്പീനിയനിൽ ഡെഫിനറ്റ്ലി നമുക്ക് ഈ വണ്ടി പ്രൈസ് പോയിന്റിൽ കൺസിഡർ ചെയ്യാൻ പറ്റുന്ന ഒരു ഓപ്ഷൻ തന്നെയാണ് എന്നാണ് ഞാൻ പറയുന്നത്. എനിവേ ഗൈസ്, നിങ്ങളുടെ എക്സിസ്റ്റിംഗ് വാഹനത്തിന് എന്തെങ്കിലും ആക്സസറീസോ ക്ലീൻ പ്രോഡക്ട്സ് ഒക്കെ ആണെങ്കിൽ നമ്മുടെ പ്രോഡക്റ്റ് ടാഗ് അല്ലെങ്കിൽ ഡിസ്ക്രിപ്ഷൻ തീർച്ചയായും ചെക്കൗട്ട് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഉറപ്പായിട്ടും ലൈക്കും സബ്സ്ക്രൈബും ഷെയർ ഒക്കെ ചെയ്ത് നമ്മൾ സപ്പോർട്ടും കൂടെ ചെയ്തേക്കാം. നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം. അതുവരെ താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ ആൻഡ് ഗുഡ് ബൈ.